2014 ആദ്യമായി ഗൂഗിൾ ഗ്ലാസ് വിൽപ്പനയ്ക്കെത്തിയിരുന്നത്. $1500 അന്ന് അതിന് വില. എന്നാൽ ഇത് ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഗൂഗിൾ ഗ്ലാസ് ധരിച്ച ഒരാൾ ഫോട്ടോ എടുക്കുകയാണോ വീഡിയോ പിടിക്കുകയാണോ എന്നൊന്നും അറിയാൻ വഴിയില്ലാത്തതായിരുന്നു ഗൂഗിൾ ഗ്ലാസിനെ പലരും പേടിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാണെന്ന് വിമർശനം കടുത്തതോടെ ഗൂഗിൾ ഗ്ലാസ് നിർമ്മാണം നിർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ ഗ്ലാസ് വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ. ഇപ്പോൾ വിപണിയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസുകൾ വളരെ അധികം വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ ഉപയോഗത്തിനായി ഇറക്കിയ മൈക്രോസോഫ്റ്റിന്റെ ഹോളോലെൻസ്, സ്നാപ്ചാറ്റിന്റെ സ്പെക്ടാക്കിൾസ്, ഫേസ്ബുക്കിന്റെ റെയ്ബാൻ ഗ്ലാസ്, ഓക്യുലസ് തുടങ്ങി നിരവധി ഉപകരണങ്ങൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഗ്ലാസസ് വിവിധ കമ്പനികൾ പുറത്തിറക്കി. ക്യാമറയുള്ളതും ക്യാമറയില്ലാത്തതുമായവ അതിൽ അടങ്ങുന്നു. ആപ്പിൾ താമസിയാതെ തന്നെ വിലയേറിയ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് അവതരിപ്പിക്കുമെന്നും പറയുന്നു. പുതിയ ഗൂഗിൾ ഗ്ലാസ് പരീക്ഷിച്ചു വരികയാണെന്ന് ഐഒ ഡെവലപ്പർ കോൺഫറൻസിൽ ഗൂഗിൾ വ്യക്തമാക്കിയിരുന്നു. ഐഒ കോൺഫറൻസിൽ ഡെമോ കാണിച്ച ഗൂഗിൾ ഗ്ലാസിൽ ക്യാമറ കാണാനായില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. ഇപ്പോൾ പ്രിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഗ്ലാസിന് പഴയ മോഡലിനുണ്ടായിരുന്ന സയൻസ് ഫിക്ഷൻ ലുക്കില്ല. പരമ്പരാഗത രീതിയിലുള്ള കണ്ണടയാണ് കമ്പനി ഇപ്പോൾ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നത്. അറിയില്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നവരുമായി ഇടപെടുമ്പോൾ അവർക്ക് പറയുന്നത് ഗ്ലാസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും എന്ന ഫീച്ചറാണ് പുതിയ ഗ്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കേട്ട കാര്യം തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്ലാസ്സിൽ കാണിക്കാനാണ് ഗൂഗിളിന്റെ ശ്രമം. തുടക്കത്തിൽ ഈ ഫീച്ചർ കുറച്ച് ലാംഗ്വേജുകളായിരിക്കും സപ്പോർട്ട് ചെയ്യുക.